ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അർദ്ധനാരീശ്വരാഷ്ടകത്തെക്കുറിച്ചാണ്. അർദ്ധം എന്നാൽ പകുതി, നാരി എന്നാൽ സ്ത്രീ അതായത് ശക്തി, ഈശ്വരൻ എന്നാൽ ശിവൻ അഥവാ മഹാദേവൻ. ഒരു രൂപം കൽപ്പിക്കുകയാണ്. അതിൻ്റെ പകുതി ഭാഗം ശിവനും പകുതി ഭാഗം ശക്തിയുമാണ്. ഈ രൂപത്തിനാണ് അർദ്ധനാരീശ്വര ഭാവം എന്ന് വിളിക്കുന്നത്. ഈ ഭാവത്തെ സ്തുതിക്കുന്നതാണ് ഈ സ്തോത്രം, ഈ അഷ്ടകം. അഷ്ടകം എന്ന പേരിൽ നിന്ന് തന്നെ ഇതിൽ 8 ശ്ലോകങ്ങൾ ഉണ്ടെന്ന് ഗ്രഹിക്കാം. ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭാരതീയമായ സങ്കല്പത്തിൽ ഈ ലോകത്തിന് വലിയ പ്രസക്തി കൽപ്പിച്ചിട്ടില്ല എന്ന്. ഇതിനതീതമായ എന്തോ ഒന്നിന് മാത്രമേ അവർ പ്രസക്തി കൽപ്പിച്ചിട്ടുള്ളെന്നും അതിനുവേണ്ടി മാത്രമാണ് അവർ ജീവിച്ചതെന്നും ഇതിനെ അവർ ഉപേക്ഷിച്ചുവെന്നും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ വേദാന്തം പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഇതിനെയും അതിനെയും ഒരുപോലെ ഗ്രഹിച്ചിരുന്നവരാണ് മഹർഷീശ്വരന്മാർ. അവര് ഈ ലോകത്തെ നിരീക്ഷിക്കുന്നു, ഈ ലോകം അശാശ്വതമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ ലോകത്തിൻ്റെ ഭാഗമാണ് അതും അവർ ഗ്രഹിക്കുന്നു. അതായത് അവർക്ക് വാസനകളുണ്ട്, കർമ്മമുണ്ട്, അതിൽ നിന്നും മോചനമില്ല. കർമ്മം ചെയ്യാതെ ഇരുന്നാലും വാസന അകത്തുണ്ട്, അതൊരിക്കലും നല്ല ഒരു ജീവിതം നൽകില്ല. അപ്പോൾ കർമ്മം ചെയ്യാൻ എല്ലാവരും നിർബന്ധിതരാണ്. അപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചേ പറ്റൂ. എങ്ങനെ ജീവിക്കണം? നന്നായി ജീവിക്കണം. അതായത് ഈ ലോകത്തിൽ അവർ മംഗളത്തെ ആഗ്രഹിച്ചു, മംഗളപൂർണമായ ജീവിതത്തെ ആഗ്രഹിച്ചു. എന്നാൽ ഇവിടെയുള്ളതെല്ലാം അശാശ്വതമാണ്. അപ്പോൾ ശാശ്വതമായ ഒന്നുണ്ടോ എന്നവർ അന്വേഷിച്ചു. ആ ശാശ്വതമാണ് പരമമായ മംഗളം എന്നവർ മനസ്സിലാക്കി. ആ പരമമായ മംഗളത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ലൗകികമായ മംഗളത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നവർ ഗ്രഹിച്ചു. അതായത് നിസ്സംഗമായ ഭാവത്തോടുകൂടി നമ്മുടെ വാസനയ്ക്കനുസരിച്ചുള്ള കർമ്മങ്ങളെ നിത്യം ചെയ്തുകൊണ്ട് വാസനയുടെ ബലത്തെ കുറച്ച് കൊണ്ടുവന്ന് അതിൽ നിന്നും പൂർണ്ണമായ മോചനം നേടി താനായി ഭവിക്കുന്നതാണ് മോക്ഷം. ആ മോക്ഷമാണ് പരമമായ മംഗളം. അതിലേക്കുള്ള വഴി ഈ ലോകത്തിലുള്ള നല്ല ജീവിതമാണ്. അത് ഈ ലോകത്തിലുള്ള മംഗളമായിട്ട് അവർ കൽപ്പിച്ചു. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം മംഗളമാണ്, അതിന് 2 തലങ്ങൾ ഉണ്ടെന്നും അവർ വ്യാഖ്യാനിച്ചു. ഈ ലോകത്തിലുള്ള മംഗളവും ഇതിലൂടെ നേടപ്പെടുന്ന പരമമായ മംഗളവും. എന്നാൽ വാസ്തവത്തിൽ ഇത് രണ്ടും രണ്ടാണോ? അല്ല, ഒന്നു തന്നെയാണ്. ഈ മംഗളത്തിലൂടെയാണ് ആ മംഗളം ലഭിക്കുന്നത്. വാസ്തവത്തിൽ മംഗളം എന്ന് വിളിക്കപ്പെടുന്നത് മോക്ഷം തന്നെയാണ്. അപ്പോൾ മോക്ഷത്തിലേക്കുള്ള പ്രയാണമായി ജീവിതത്തെ മാറ്റുന്നു. എന്നാൽ ലോകത്തെ ഉപേക്ഷിക്കുന്നില്ല, കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല. ചെയ്യേണ്ടത് വൃത്തിയായി ചെയ്തുകൊണ്ട് നിസ്സംഗതയോടുകൂടി ജീവിച്ച് സുഖവും ദുഃഖവും ഒരുപോലെ സ്വീകരിച്ച് ഉയരുകയാണ് മഹർഷീശ്വരന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള വഴി. അപ്പോൾ ഈ ലോകത്തിലുള്ള മംഗളത്തെ നേടാനായിട്ട് ഒരു ദേവതയെ അവർ സങ്കല്പിച്ചു. സ്ത്രീ രൂപമാണ് ആ ദേവതയ്ക്ക് കൊടുത്തത്. അതാണ് ശിവ അഥവാ ശക്തി. മംഗളത്തിൻ്റെ മറ്റൊരു പര്യായ പദമാണ് ശിവം എന്നുള്ളത്. അപ്പോൾ ആ സ്ത്രീ രൂപത്തിന് അവർ സ്ത്രീലിംഗത്തിലുള്ള നാമം കൽപ്പിച്ചു. അതുകൊണ്ട് ശിവ എന്ന് അമ്മയെ വിളിച്ചു. പരമമായ മംഗളം, അതായത് മോക്ഷം എന്നതിന് അവരൊരു ദേവതയെ കൽപ്പിച്ചു. അതാണ് ശിവൻ അഥവാ മഹാദേവൻ. രണ്ടും ശിവം തന്നെയാണ്, മംഗളം തന്നെയാണ്. ഈ 2 ഭാവത്തെയും പതി പത്നി ഭാവത്തിൽ അവരാദ്യം കൽപ്പിച്ചു. കാരണം 2 പേർക്കും ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കാൻ. എന്നിട്ടും അവർക്ക് തൃപ്തി വന്നില്ല. കാരണം ആൾക്കാർ ഇപ്പോഴും ഇതിനെ 2ആയി കാണുന്നുവെന്ന് തോന്നിയത് കൊണ്ട് 2നെയും അവർ ഒന്നായിട്ട് കൽപ്പിച്ചു. ആ ഒന്നായിട്ടുള്ള കൽപ്പനയാണ് അർദ്ധനാരീശ്വര ഭാവം. പകുതി ശിവനും പകുതി ശക്തിയും. 2ഉം ശിവൻ തന്നെയാണ്. അതായത് ശിവനും ശിവയുമാണ്, 2ഉം മംഗളം തന്നെയാണ്. ശക്തിയിൽ നിന്നും ഈ ലോകത്തിലുള്ള മംഗളവും ശിവനിൽ നിന്നും പരമമായ മംഗളവും നമുക്ക് ലഭിക്കും. 2ഉം പക്ഷെ ഒന്ന് തന്നെ. ഈ ഒരു ഭാവത്തെ വ്യക്തമാക്കുന്ന ഉപാസനയാണ് അർദ്ധനാരീശ്വര ഉപാസന. അങ്ങനെയുള്ള ഒരു ഉപാസനയാണ് ഈ സ്തോത്രത്തിലും നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ അഷ്ടകത്തിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായി ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. നല്ല ഒരു ജീവിതം ലഭിക്കാനും ക്രമേണ ഇത് തരണം ചെയ്തുകൊണ്ട് മോക്ഷത്തെ നേടാനും ഇത് നമ്മളെ പ്രാപ്തരാക്കും. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ അർദ്ധനാരീശ്വരാഷ്ടകം. അംഭോധര ശ്യാമളകുന്തളായൈ തട്ടിത് പ്രഭാതാമ്രജടാധരായ
നിരീശ്വരായൈ നിഖിലേശ്വരായ നമഃ ശിവായൈ ച നമഃ ശിവായ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ ഓരോ വരിയിൽ മാറി മാറി ശക്തിയെയും ശിവനെയും സ്തുതിക്കുകയാണ്, അവർക്ക് നമസ്കാരം അർപ്പിക്കുകയാണ്. അവസാനമായി വരുന്ന നമസ്കാരം ഓരോ പദത്തോടും ചേർത്ത് വായിക്കണം. നമസ്കാരം അർപ്പിക്കുന്ന സമയത്ത് ചതുർത്ഥി വിഭക്തിയാണ് ഉപയോഗിക്കുക. അമ്മയുടെ പേരുകൾ അധികവും ആകാരാന്ത സ്ത്രീലിംഗത്തിലാണ്. അപ്പം അതിനനുസരിച്ചുള്ള ചതുർത്ഥിയെ ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് അംബോധര ശ്യാമള കുന്തളായൈ എന്ന് വരുന്നു. ഭഗവാന് അകാരാന്ത പുല്ലിംഗമാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആയ എന്ന പ്രത്യയം, അതായത് തട്ടിത് പ്രഭാതാമ്ര ജടാധരായ എന്ന്. അപ്പോൾ ഒന്ന് സ്ത്രീലിംഗത്തിനുള്ള നമസ്കാരവും ഒന്ന് പുല്ലിംഗത്തിനുള്ള നമസ്കാരവുമാണെന്ന് മനസ്സിലാക്കണം. ഒന്ന് ശക്തിയാണ്, ഒന്ന് ശിവനാണ്. ഇങ്ങനെ ശക്തിയെയും ശിവനെയും മാറി മാറി നമസ്കരിക്കുന്ന രീതിയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് തരത്തിലുള്ള മംഗളവും നമുക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് ശിവ എന്ന് അവരെ വിളിക്കുന്നത്. ശിവനെന്നും ശിവയെന്നും അവർക്ക് പേര് വന്നത്. ഇപ്പൊ ഇവിടെ ആദ്യമായി ശക്തിക്കാണ് നമസ്കാരം അർപ്പിക്കുന്നത്. കാരണം ഈ ലോകത്തിലൂടെ വേണം പരലോകത്തെ നേടാൻ. അപ്പൊ ആദ്യം നമസ്കാരം അർപ്പിക്കേണ്ടത് ഐഹികമായ മംഗളത്തിന് തന്നെയാണ്. അതിൻ്റെ ദേവതയായ ദേവിക്കാണ് ഇവിടെ ആദ്യത്തെ നമസ്കാരം. അംബോധര ശ്യാമള കുന്തളായൈ. കുന്തളം എന്നാൽ മുടി. അമ്മയുടെ മുടി എങ്ങനെയുള്ളതാണ്? അംബോധര ശ്യാമളമാണ്. ശ്യാമളം എന്നാൽ കറുത്തത്. കറുത്ത മുടിയാണ് അമ്മയ്ക്കുള്ളത്. ഏതുപോലത്തെ കറുപ്പാണ്? അംബോധരത്തിന്റെ കറുപ്പാണ്. അംബോധരം എന്ന് പറഞ്ഞാൽ മേഘം. അപ്പൊ നല്ല പഴുത്ത മേഘത്തിന്റെ നിറത്തോടു കൂടിയ മുടിയാണ് അമ്മയ്ക്കുള്ളത്. നല്ല കറുത്ത മുടിയാണ് അമ്മയ്ക്കുള്ളത്, ശക്തിക്കുള്ളത്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. അടുത്തത് ഭഗവാന്റെ മുടിയെ വർണ്ണിക്കുന്നു. തട്ടിത് പ്രഭാതാമ്ര ജടാധരായ. ഭഗവാന്റെ മുടി ജടയാണ്. എങ്ങനെയുള്ള ജടയാണ്? താമ്ര ജടയാണ്. താമ്രം എന്നാൽ ചെമ്പ്. ചെമ്പിന്റെ നിറം, നല്ല ചുവന്ന നിറത്തിലുള്ള ജടയാണ് ഭഗവാന്റെ. ആ ചുവന്ന നിറത്തിന് നല്ല തിളക്കമുണ്ട്. ഏതുപോലത്തെ തിളക്കം? ഇടിമിന്നലിന്റെ തിളക്കം. അതാണ് തട്ടിത് പ്രഭാതാമ്രം എന്ന് പറയുന്നത്. തട്ടിത് എന്നാൽ ഇടിമിന്നൽ, പ്രഭ എന്നാൽ ശോഭ. അപ്പൊ ഇടിമിന്നലിന്റെ ശോഭയോടൊത്ത താമ്ര നിറത്തിലുള്ള ജടയെ ധരിച്ചവനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഭഗവതിയുടെ ശക്തിയുടെ മുടി കറുത്തിട്ടും ഭഗവാന്റെ മഹാദേവന്റെ മുടി ചുവന്നിട്ടുമാണെന്നിവിടെ പറഞ്ഞിരിക്കുന്നു. നിരീശ്വരായൈ. അമ്മ നിരീശ്വരയാണ്. ഈശ്വര ശബ്ദത്തിന് ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഒരു വ്യക്തിയെ ഭരിക്കാൻ മറ്റാരുമില്ലെങ്കിൽ ആ വ്യക്തി സ്വതന്ത്രയാകുന്നു. ആ സ്വാതന്ത്ര്യമാണ് നിരീശ്വര ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അമ്മ നിരീശ്വരയാണെന്ന് പറഞ്ഞാൽ അമ്മയെ ഭരിക്കാൻ മറ്റൊരു ഈശ്വരനില്ല. അമ്മ സ്വതന്ത്രയാണ്. അത് കഴിഞ്ഞ് മഹാദേവനെ വിളിക്കുന്നു. നിഖിലേശ്വരായ നമഃ. നിഖിലം എന്നാൽ സർവം. സർവത്തിനും ഈശ്വരനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഭഗവാൻ സർവത്തിനും ഈശ്വരനാണ്. സർവം എന്ന ശബ്ദം കൊണ്ടുള്ളതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാൽ ഭരിക്കപ്പെടുന്നതാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് അന്യമായതെല്ലാം നിഖില ശബ്ദത്തിൽ സ്വീകരിച്ചാൽ അതിനെയെല്ലാം ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ. അങ്ങനെയെങ്കിൽ ശക്തി ഭഗവാനിൽ നിന്നും ഭിന്നയായിരുന്നുവെങ്കിൽ, ദേവി ഭഗവാനിൽ നിന്നും മറ്റൊരു ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദേവിയുടെ ഈശ്വരനും ഭഗവാനാവും. എന്നാൽ ദേവിയെ ഇവിടെ നിരീശ്വര എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ ദേവിക്ക് വേറെ ഈശ്വരൻ ഇല്ല. അതായത് ദേവിയും ദേവനും ഒന്ന് തന്നെ, ശിവനും ശക്തിയും ഒന്ന് തന്നെ എന്ന ഭാവത്തിലാണ് അവരെ ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിരീശ്വരായൈ നിഖിലേശ്വരായ നമഃ ശിവായൈ ച നമഃ ശിവായ. ശിവയ്ക്കായിക്കൊണ്ട് നമസ്കാരം, ശിവനായിക്കൊണ്ട് നമസ്കാരം. രണ്ട് വാക്കിനും മംഗളം എന്ന് തന്നെയാണ് അർത്ഥം. ഈ ലോകത്തിലുള്ള മംഗളത്തെ നൽകുന്ന ആ മംഗളത്തിന്റെ സ്വരൂപത്തിലിരിക്കുന്നവൾ ശക്തി. ഇതിലൂടെ അതീതമായ ആ പരമമായ മോക്ഷരൂപത്തിലിരിക്കുന്ന മംഗളം ശിവൻ. അതുകൊണ്ട് രണ്ടുപേരും ശിവം എന്ന പേരുകൊണ്ട് വിളിക്കപ്പെടുന്നു. ഒന്ന് സ്ത്രീലിംഗത്തിലും ഒന്ന് പുല്ലിംഗത്തിലുമാണെന്ന് വ്യത്യാസം. അതുകൊണ്ട് നമഃ ശിവായൈ ച നമഃ ശിവായ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. അംബോധര ശ്യാമള കുന്തളായൈ തട്ടിത് പ്രഭാതാമ്ര ജടാധരായ നിരീശ്വരായൈ നിഖിലേശ്വരായ നമഃ ശിവായൈ ച നമഃ ശിവായ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. പ്രദീപ്ത രത്നോജ്വല കുണ്ടലായൈ സ്ഫുരൻ മഹാപന്നകഭൂഷണായ
ശിവപ്രിയായൈ ച ശിവാപ്രിയായ നമഃ ശിവായൈ ച നമഃ ശിവായ. പ്രദീപ്തരത്നോജ്വല കുണ്ടലായൈ. ദേവി കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള കുണ്ടലങ്ങളാണ്? ജ്വലിക്കുന്ന ഉജ്ജ്വലമായ കുണ്ടലങ്ങളാണ്. ഉജ്ജ്വലമായ കുണ്ടലങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുണ്ടലങ്ങളാണെന്ന് ഗ്രഹിക്കണം. നല്ല തിളങ്ങുന്ന കുണ്ടലമാണ്. അതിൽ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ആ രത്നങ്ങളും ജ്വലിക്കുന്നുണ്ട്, ശോഭിക്കുന്നുണ്ട്. അതാണ് പ്രദീപ്ത രത്നോജ്വല കുണ്ടലം എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രദീപ്തം എന്നാൽ നല്ല ദീപനമുള്ള, നല്ല ശോഭയുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ള ഉജ്ജ്വലമായ കുണ്ടലത്തെ ധരിച്ചിരിക്കുന്നു അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. മഹാദേവൻ എന്താണ് ധരിച്ചിട്ടുള്ളത്? സ്ഫുരൻ മഹാപന്നക ഭൂഷണായ. മഹാദേവന്റെ ഭൂഷണം മഹാപന്നകമാണ്. പന്നകം എന്നാൽ സർപ്പം. അപ്പോൾ ഒരു മഹത്തായ സർപ്പത്തെയാണ് മഹാദേവൻ ധരിച്ചിട്ടുള്ളത്. എങ്ങനെയുള്ള സർപ്പമാണ്? സ്ഫുരൻ, പതുക്കെ ഇളകുന്നതാണ് ആ സർപ്പം. അങ്ങനെയുള്ള സർപ്പത്തെ മഹാദേവൻ ധരിച്ചിരിക്കുന്നു. ദേവി സ്വർണം കൊണ്ടും രത്നം കൊണ്ടുമുള്ള ആഭരണം ധരിച്ചിരിക്കുന്നു. മഹാദേവൻ മഹാപന്നകത്തെ ധരിച്ചിരിക്കുന്നു. സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ ഐഹികമായ ക്ഷേമത്തെയും അതുപോലെ സർപ്പം പാരത്രികമായ ക്ഷേമത്തെയും സൂചിപ്പിക്കുന്നു. അതായത് ഒന്ന് ഭുക്തിയെയും മറ്റേത് മുക്തിയെയും സൂചിപ്പിക്കുന്നു. ഒന്ന് ഭോഗത്തെയും മറ്റേത് യോഗത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ദേവി സ്വർണവും രത്നവും പതിച്ചിട്ടുള്ള ആഭരണങ്ങളും ഭഗവാൻ പന്നകത്തെയും ധരിച്ചിരിക്കുന്നു. ശിവപ്രിയായൈ. ശിവന് ഏറ്റവും പ്രിയയായിട്ടുള്ളവൾ ആരോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ശിവാപ്രിയായ. ശിവയ്ക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ളവൻ ആരോ ആ ദേവനായിക്കൊണ്ട് നമസ്കാരം. ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രിയം സൂക്ഷ്മമായി നോക്കിയാൽ താൻ തന്നെയാണ്. തന്നോടുള്ള പ്രിയമാണ് മറ്റു പലരിലേക്കും അവൻ ഒഴുക്കുന്നത്. അപ്പൊ എവിടെയെല്ലാം അവന് സ്നേഹം അനുഭവപ്പെടുന്നുണ്ടോ അതിന്റെ മൂല കാരണം അവന് തന്നോടുള്ള സ്നേഹമാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാം. വേദം ഇത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവതിക്ക് ഏറ്റവും പ്രിയം ഭഗവാനാണെന്നും ഭഗവാൻ ഏറ്റവും പ്രിയം ഭഗവതിയാണെന്നും പറയുമ്പോൾ രണ്ടുപേരുടെയും ആത്മാവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് ശിവന്റെ ആത്മാവാണ് ദേവി, ദേവിയുടെ ആത്മാവാണ് ശിവൻ. അതായത് രണ്ടുപേരുടെയും ആത്യന്തിക സ്വരൂപം ഒന്ന് തന്നെ. ഭേദമുണ്ടെന്ന് തോന്നുമ്പോഴും ഏകം തന്നെ. അതുകൊണ്ട് ശിവപ്രിയായൈ ച ശിവാപ്രിയായ നമഃ ശിവായൈ ച നമഃ ശിവായ. ശിവയ്ക്കായിക്കൊണ്ട് നമസ്കാരം, ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. പ്രദീപ്തരത്നോജ്വല കുണ്ടലായൈ സ്ഫുരൻ മഹാപന്നകഭൂഷണായ ശിവപ്രിയായൈ ച ശിവാപ്രിയായ നമഃ ശിവായൈ ച നമഃ ശിവായ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. മന്ദാരമാലാകലിതാലകായൈ കപാലമാലാങ്കിതഗന്ധരായ ദിവ്യാംബരായൈ ച ദിഗംബരായ നമഃ ശിവായൈ ച നമഃ ശിവായ. മന്ദാരമാലാകലിതാലകായൈ. അലകം എന്നാൽ കുറുനിര. ഇങ്ങനെ മുമ്പിലേക്ക് കിടക്കുന്ന ചുരുണ്ട മുടിയാണ്. അപ്പൊ ദേവിക്ക് അങ്ങനത്തെ മുടിയാണുള്ളത്. ആ മുടിയോട് ചേർത്ത് പറയുന്നു മന്ദാരമാലാകലിത. മന്ദാരപ്പൂവിന്റെ മാലയെ, മന്ദാരപ്പൂവ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലയെ ധരിച്ചിരിക്കുന്നു. അതിനുശേഷം കുറുനിരയെ സൂചിപ്പിക്കുന്ന പദമുള്ളത് കൊണ്ട്, അലക ശബ്ദമുള്ളത് കൊണ്ട് ദേവി മുടിയിൽ മന്ദാരപ്പൂ കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. അതല്ലെങ്കിൽ നല്ല ചുരുണ്ട മുടി ഇങ്ങനെ മുമ്പിലേക്ക് കിടക്കുന്ന മുടിയാണ് ഭഗവതിക്ക് ഉള്ളതെന്നും അതോടൊപ്പം തന്നെ ഭഗവതി മന്ദാരപ്പൂ കൊണ്ടുള്ള മാല ധരിച്ചിട്ടുണ്ടെന്നും വേറെ വേറെയും എടുക്കാം. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. കപാല മാലാങ്കിത ഗന്ധരായ. എന്നാൽ ഭഗവാൻ ധരിച്ചിട്ടുള്ളത് കപാലമാലയാണ്. കപാലമാല എന്ന് പറയുമ്പോൾ തലയോട്ടി കൊണ്ടുള്ള മാല, മനുഷ്യരുടെ തലയോട്ടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലയാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ മന്ദാരമാലയും അമ്മ ധരിച്ചു എന്ന് പറയാൻ കാരണം. കാരണം മുടിയേക്കാൾ കൂടുതൽ കഴുത്തിൽ ധരിച്ചതാണ് ഇവിടെ ചേരുന്നത്. കാരണം ഭഗവാനും കഴുത്തിലാണ്, കന്ധരത്തിലാണ് ധരിച്ചിട്ടുള്ളത്. ദേവി മന്ദാരമാലയും ഭഗവാൻ കപാലമാലയുമാണ് ധരിച്ചിട്ടുള്ളത്. ഒന്ന് ഐഹികമായ മംഗളത്തെയും മറ്റേത് പാരത്രികമായ മംഗളത്തെയും, അതായത് ഒന്ന് ഭോഗത്തെയും മറ്റേത് മോക്ഷത്തെയും സൂചിപ്പിക്കുന്നു. ദിവ്യാംബരായൈ. ദിവ്യമായ വസ്ത്രത്തെ ധരിച്ചിരിക്കുന്നവൾക്കായിക്കൊണ്ട് നമസ്കാരം. ഭഗവാനെ വിളിക്കുന്നു ദിഗംബരായ.
ദിക്കിനെ അമ്പരമാക്കിയവൻ ദിഗംബരൻ. ദിക്കിനെ അമ്പരം വസ്ത്രമാക്കുക. ദിക്കിനെ വസ്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ധരിക്കാത്തവൻ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഭഗവതി ദിവ്യമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഭഗവാൻ ഒന്നും ധരിച്ചിട്ടില്ല. ദിവ്യമായ വസ്ത്രം മായയെ സൂചിപ്പിക്കുന്നു. ഭഗവതി മായയെ ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവതിയെ നമുക്ക് കാണാം. മായയിലൂടെയാണ് നമ്മൾ ശക്തിയെ അറിയുന്നത്. എന്നാൽ ഭഗവാൻ വസ്ത്രം ധരിച്ചിട്ടില്ല. ഭഗവാൻ ശുദ്ധ വസ്തുവാണ്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന സൂക്ഷ്മമായ തത്വമാണ് ശിവൻ. ആ ശിവനെ ആവരണം ചെയ്യത്തക്കതായിട്ടൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഈ പ്രപഞ്ചത്തിനും അതീതമാണ് ഭഗവാന്റെ ഭാവം. അത് സൂചിപ്പിക്കാൻ ഭഗവാനെ ദിഗംബരൻ എന്ന് വിളിക്കുന്നു. ഒന്നും ഉടുത്തിട്ടില്ല, ഒന്നിനാലും മറയ്ക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഭാവവും ഇവിടെയുള്ള ഭാവവും, ശക്തി എന്ന ഭാവവും രണ്ടും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ദിവ്യാംബരായൈച്ച ദിഗംബരായ നമഃ ശിവായൈച്ച നമഃ ശിവായ. ശിവയ്ക്കായിക്കൊണ്ട് നമസ്കാരം, ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. മന്ദാരമാലാകലിതാലകായൈ കപാലമാലാങ്കിതകന്ധരായ ദിവ്യാംബരായൈ ച ദിഗംബരായ നമഃ ശിവായൈ ച നമഃ ശിവായ. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. കസ്തൂരികാകുങ്കുമലേപനായൈ ശ്മശാനഭസ്മാത്തവിലേപനായ കൃതസ്മരായൈ വികൃതസ്മരായ നമഃ ശിവായൈ ച നമഃ ശിവായ. കസ്തൂരികാകുങ്കുമലേപനായൈ. ഭഗവതി ദേഹത്തിൽ പുരട്ടിയിട്ടുള്ളത് കസ്തൂരികയും കുങ്കുമവും ചേർന്നിട്ടുള്ള ലേപനമാണ്. കസ്തൂരി സുഗന്ധ ദ്രവ്യമാണ്, അതുപോലെ കുങ്കുമം, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ലേപനമാണ് ഭഗവതി ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഭഗവാനോ ശ്മശാന ഭസ്മാത്ത വിലേപനായ, ചുടലഭസ്മത്തെയാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത്. ഇവിടെ സൃഷ്ടിയുടെ ഭാവമായിട്ടാണ് അമ്മ ശോഭിക്കുന്നത്, സംഹാരത്തിൻ്റെ ഭാവമായിട്ടാണ് മഹാദേവൻ ശോഭിക്കുന്നത്. അതായത് അമ്മ ലൗകികമായ സുഖത്തെ നൽകുന്നു, ഭഗവാൻ ലയത്തെ പ്രദാനം ചെയ്യുന്നു. ആ ലയത്തെ സൂചിപ്പിക്കാനാണ് ഭസ്മം, ആ സൃഷ്ടിക്കുള്ള മംഗലത്തെ സൂചിപ്പിക്കാനാണ് കസ്തൂരിയും കുങ്കുമവും തുടങ്ങിയിട്ടുള്ള ലേപനങ്ങൾ. കൃതസ്മരായൈ. സ്മരൻ എന്നാൽ കാമദേവൻ. കാമദേവനെ സൃഷ്ടിച്ചവൾ കൃതസ്മര. ഭഗവതി കാമദേവനെ സൃഷ്ടിച്ചു. കാമം എന്നാൽ ആഗ്രഹം. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ചതുർവിധ പുരുഷാർത്ഥം എന്ന് പറയും. ആ 4 അർത്ഥങ്ങളും നമ്മൾ അർത്ഥിക്കേണ്ടതാണ്, ആഗ്രഹിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ ലോകമുള്ളൂ. അപ്പൊ ലോകം നിലനിൽക്കണമെങ്കിൽ ആഗ്രഹത്തിന്റെ പ്രേരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ലോകത്തെ നിലനിർത്തുന്നവൾ ശക്തിയാണ്, അതുകൊണ്ട് ആഗ്രഹത്തെ ജനിപ്പിക്കുന്നവളും അമ്മയാണ്. അതുകൊണ്ട് കൃതസ്മര എന്ന് വിളിച്ചിരിക്കുന്നു. കാമദേവനെ ജനിപ്പിച്ചവളാണ്. എന്നാൽ മഹാദേവനോ വികൃതസ്മരായ. കാമദേവനെ സ്മരനെ ഇല്ലാതെയാക്കുന്നവനാണ് മഹാദേവൻ. കാരണം ആഗ്രഹങ്ങൾ ഇല്ലാതെയായാലാണ് മോക്ഷം ലഭിക്കുക. അപ്പൊ ആഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് അതിനുള്ള പ്രേരണയെ നൽകിക്കൊണ്ട് കർമ്മത്തെ ചെയ്യിച്ച് നമുക്ക് ശുദ്ധിയെ വരുത്തി ആ ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കുന്നു ആ ചൈതന്യം. അപ്പൊ 2 ഭാവമായതുകൊണ്ട് ഒന്ന് ശക്തിയായിട്ടും ഒന്ന് ശിവനായിട്ടും കൽപ്പിച്ചിരിക്കുന്നു. ഇത് കഥയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മഹാദേവനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് കാമദേവൻ ശ്രമിക്കുന്ന കഥ നമുക്കറിയാം. ആ സമയത്ത് ഭഗവാൻ തൻ്റെ 3-ാം കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കുന്നു. അപ്പം അതുകൊണ്ട് കാമദേവനെ ഇല്ലാതെയാക്കിയവൻ വികൃതസ്മരനാണ് ഭഗവാൻ. അങ്ങനെ ഇല്ലാതെയായ കാമദേവനെ പിന്നീട് ലളിതാ പരമേശ്വരി അവതരിച്ചതിന് ശേഷം ഭണ്ഡാസുരനെയൊക്കെ വധിച്ചു കഴിഞ്ഞ്, ചിതഗ്നികുണ്ഡത്തിൽ നിന്ന് വന്നിട്ടാണല്ലോ അമ്മ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഭണ്ഡാസുരനെയൊക്കെ വധിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഈ കാമദേവനെ അമ്മ ജനിപ്പിക്കുന്നുണ്ട്. ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവൻ ഔഷധി എന്ന ലളിതാ സഹസ്രനാമത്തിൽ അമ്മയ്ക്ക് പേരുമുണ്ട്. അപ്പോൾ കാമനെ ഉണ്ടാക്കിയവൾ എന്ന അർത്ഥത്തിൽ ആ കഥയിൽ നിന്നും നമുക്ക് ആ പേര് ഗ്രഹിക്കാം. സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അർത്ഥമാണ്. അപ്പൊ കൃതസ്മരായൈ വികൃതസ്മരായ നമഃ ശിവായൈ ച നമഃ ശിവായ. ശിവയ്ക്കായിക്കൊണ്ടും ശിവനായിക്കൊണ്ടും നമസ്കാരം. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം. കസ്തൂരികാ കുങ്കുമലേപനായൈ ശ്മശാന ഭസ്മാത്തവിലേപനായ കൃതസ്മരായൈ വികൃതസ്മരായ നമഃ ശിവായൈ ച നമഃ ശിവായ. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. പാദാരവിന്ദാർപ്പിത ഹംസകായൈ പാദാബ്ജ രാജത് ഫണിനൂപുരായൈ
കലാമയായൈ വികലാമയായ നമഃ ശിവായൈ ച നമഃ ശിവായ. പാദാരവിന്ദാർപ്പിത ഹംസകായൈ. അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഹംസകമുണ്ട്. ഹംസകം എന്നാൽ നൂപുരം. ഇപ്പോൾ വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ഒരു നൂപുരം അമ്മ പാദത്തിൽ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. മഹാദേവനോ? പാദാബ്ജ രാജത് ഫണി നൂപുരായ. മഹാദേവൻ കാലിൽ ധരിച്ചിട്ടുള്ളത് ഫണിയെയാണ്. ഫണി എന്നാൽ സർപ്പം. അപ്പോൾ കാലിൽ സർപ്പത്തെ ധരിച്ചിരിക്കുന്നു. വീണ്ടും ആ ഭുക്തി മുക്തി എന്ന ഭേദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹംസക ശബ്ദത്തിന് അരയന്നം എന്നർത്ഥവുമുണ്ട്. അപ്പൊ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അരയണ്ണങ്ങൾ വന്നിട്ട് ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. അവിടെ അരയണ്ണം എന്നുള്ളത് ഉയർന്ന തലത്തിലുള്ള ആൾക്കാരെ സൂചിപ്പിക്കാൻ, കാരണം ഹംസ ശബ്ദം കൊണ്ട് പരമഹംസരെയൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഉയർന്ന യോഗീശ്വരന്മാര് അമ്മയുടെ തൃപ്പാദങ്ങളിൽ വന്ന് ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന അർത്ഥവും അവിടെ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നൂപുരം എന്ന പ്രയോഗമുള്ളത് കൊണ്ട് കൂടുതൽ അതാണ് ഇവിടെ ചേരുന്നത്. അപ്പൊ പാദാരവിന്ദാർപ്പിത ഹംസകായൈ പാദാബ്ജ രാജത് ഫണി നൂപുരായൈ കലാമയായൈ വികലാമയായ. അമ്മ കലയോടൊത്തവളാണ്. അതാണ് കലാമയ എന്ന് വിളിച്ചിരിക്കുന്നത്. 64 കലകൾ അമ്മയിലുണ്ട് എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ കലാമയയാണ് അമ്മ. കല എന്ന വാക്കിന് അംശം എന്ന അർത്ഥമുണ്ട്. അപ്പൊ അംശത്തോട് കൂടിയവളാണെന്ന് അർത്ഥം വന്നു. അതായത് അമ്മയ്ക്ക് പല ഭാവങ്ങളുണ്ട്, അംഗങ്ങളുണ്ട്, ഭേദങ്ങളുണ്ട്. കാരണം ലോകത്തെ നിലനിർത്തുന്നവളാണ്. അപ്പൊ ലോകം പലതാണ്. അതുകൊണ്ട് ആ നാനാത്വം പ്രദർശിപ്പിക്കുന്നവളായതുകൊണ്ട് കലാമയ എന്ന് വിളിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ 64 കലകളും ഉള്ളവൾ. വികലാമയായ എന്ന് ഭഗവാനെ വിളിക്കുന്നു. ഭഗവാന് കലകളൊന്നുമില്ല, അംശങ്ങളൊന്നുമില്ല. ഭഗവാൻ പൂർണ്ണതയാണ്. ലോകത്തിലുള്ളപ്പോൾ ഭേദമുണ്ട്. അപ്പൊ അവിടെ ഭാഗങ്ങൾ ഉണ്ടാവും ഭേദത്തിനനുസരിച്ച്. ആ ലോകത്തിലൂടെ ജീവിച്ച് നമ്മൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ഭേദവും ഇല്ലാതെയായി പൂർണ്ണത വരും. വാസ്തവത്തിൽ അതും ഇതും പൂർണ്ണമാണ്. പ്രസിദ്ധമായ ശാന്തി മന്ത്രമുണ്ട്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പ്രസിദ്ധമായ മന്ത്രമുണ്ട്. അതും ഇതും പൂർണ്ണം തന്നെയാണ്. പക്ഷെ നമ്മുടെ തലത്തിൽ നിൽക്കുമ്പോൾ ഇത് അപൂർണമായും അത് പൂർണ്ണമായും നമുക്ക് തോന്നും. അപ്പൊ ഈ അപൂർണതയിലൂടെ നമ്മൾ ആ പൂർണ്ണതയിലേക്ക് എത്തണം. അതുകൊണ്ട് ഒന്ന് കലയോടൊത്തതും ഒന്ന് കലയില്ലാത്തതുമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. കലാമയായൈ വികലാമയായ നമഃ ശിവായൈ ച നമഃ ശിവായ. ഇതായിരുന്നു 5ാമത്തെ ശ്ലോകം. പാദാരവിന്ദാർപ്പിത ഹംസകായൈ പാദാബ്ജ രാജത് ഫണി നൂപുരായൈ കലാമയായൈ വികലാമയായ നമഃ ശിവായൈ ച നമഃ ശിവായ. അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. പ്രപഞ്ച സൃഷ്ട്യുന്മുഖ ലാസ്യകായൈ സമസ്ത സംഹാരക താണ്ഡവായ സമേക്ഷണായൈ വിഷമേക്ഷണായ നമഃ ശിവായൈ ച നമഃ ശിവായ. ശക്തിയും ശിവനും നൃത്തം വയ്ക്കുന്നുണ്ട്. ശക്തിയുടെ നൃത്തം ലാസ്യമാണ്, ശിവന്റെ നൃത്യം താണ്ഡവമാണ്. എന്തിനാണ് ലാസ്യ നൃത്തം അമ്മയാടുന്നത്? അതിവിടെ പറയുന്നു. പ്രപഞ്ച സൃഷ്ട്യുന്മുഖ ലാസ്യകായായി. അമ്മയുടെ ലാസ്യ നടനം പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയുള്ളതാണ്. അതായത് അമ്മ തൻ്റെ ലാസ്യ നടനത്തിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. എന്നാൽ മഹാദേവന്റെ താണ്ഡവമോ സമസ്ത സംഹാരക താണ്ഡവായ. ഭഗവാന്റെ താണ്ഡവം സമസ്തവും സംഹരിക്കാനുള്ളതാണ്, തന്നിൽ ലയിപ്പിക്കാനുള്ളതാണ്. അമ്മ സൃഷ്ടിക്കുന്നു, മഹാദേവൻ അതിനെ ലയിപ്പിക്കുന്നു. ഈ 2 ഭാവങ്ങളെയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സമേക്ഷണായൈ. സമേക്ഷണ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നവർ. അമ്മ പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. പ്രകൃതിയെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുകൊണ്ട് പെട്ടെന്ന് ഗ്രഹിക്കപ്പെടുന്നവളാണ് അമ്മ. അതുകൊണ്ട് സമേക്ഷണ എന്ന് വിളിച്ചിരിക്കുന്നു. എന്നാൽ മഹാദേവനോ അതിസൂക്ഷ്മനാണ്, ഇതിനതീതനാണ്. അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല, കാണാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് പറയുന്നു വിഷമേക്ഷണായ. കാണാൻ വളരെ വിഷമമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ പ്രകൃതി എന്ന ഭാവത്തിൽ എളുപ്പം ഗ്രഹിക്കാനും അതിനതീതൻ എന്ന ഭാവത്തിൽ ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുമാണെന്ന് സൂചിപ്പിക്കാൻ സമേക്ഷണായൈ വിഷമേക്ഷണായ നമഃ ശിവായൈ ച നമഃ ശിവായ. ശിവയ്ക്കായിക്കൊണ്ട് നമസ്കാരം, ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതായിരുന്നു 6ാമത്തെ ശ്ലോകം.
പ്രപഞ്ച സൃഷ്ട്യുന്മുഖലാസ്യകായൈ സമസ്തസംഹാരകതാണ്ഡവായ സമേക്ഷണായൈ വിഷമേക്ഷണായ നമഃ ശിവായൈ ച നമഃ ശിവായ. അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ്. പ്രഫുല്ല നീലോത്പലലോചനായൈ വികാസപങ്കേരുഹലോചനായ ജഗജ്ജനന്യൈ ജഗദേകപിത്രേ നമഃ ശിവായൈ ച നമഃ ശിവായ. പ്രഫുല്ല നീലോത്പലലോചനായൈ, അമ്മയുടെ കണ്ണുകളെ വർണ്ണിക്കുകയാണ്. ലോചനം എങ്ങനെയുള്ള ലോചനമാണ്? പ്രഫുല്ല നീലോത്പലം. പ്രഫുല്ലം എന്നാൽ നല്ല വിരിഞ്ഞിരിക്കുന്ന നീലോത്പലം. നീലോത്പലം എന്നാൽ കറുത്ത ആമ്പല്. അതുപോലത്തെ, അതിൻ്റെ ഇതല് പോലത്തെ കണ്ണുകളാണ് അമ്മയ്ക്കുള്ളത്. നീലോത്പലം കരിങ്കുവളത്തെയും പറയാറുണ്ട്. അപ്പൊ അതിൻ്റെ ഇല പോലത്തെ കണ്ണുകൾ എന്നും പറയാം. നല്ല നീണ്ട കണ്ണുകളാണ് അമ്മയ്ക്കുള്ളത്. മഹാദേവനോ അദ്ദേഹത്തിനും നീണ്ട കണ്ണുകൾ തന്നെയാണ്. വികാസ പങ്കേരുഹ ലോചനായ. പങ്കേരുഹം എന്നാൽ താമര. നല്ല വികസിച്ചിട്ടുള്ള താമരപ്പൂവിന്റെ ഇതല് പോലത്തെ കണ്ണുകളാണ് മഹാദേവന്. രണ്ടുപേരുടെ കണ്ണുകളും നീണ്ടതാണ്, ശാന്തമാണ്. കാരണം അവർ രണ്ടുപേരും മംഗളസ്വരൂപികളാണ്. അവരുടെ സ്വരൂപം ആനന്ദമാണ്. ആ ആനന്ദം അഭിവ്യക്തമാക്കുന്ന കണ്ണുകളാണ് അവർക്ക് രണ്ടുപേർക്കും കൽപ്പിച്ചിട്ടുള്ളത്. പ്രഫുല്ല നീലോത്പലലോചനായൈ വികാസപങ്കേരുഹലോചനായ ജഗജ്ജനന്യൈ, ജഗത്തിന് ജനനിയായിരിക്കുന്നവൾക്കായിക്കൊണ്ട് നമസ്കാരം. ജനനി എന്നാൽ അമ്മ. ലോകത്തിന്റെ മാതാവാണ് ഭഗവതി. ആ ഭഗവതിക്ക് നമസ്കാരം. മഹാദേവനോ ജഗദേക പിത്രേ, ലോകപിതാവാണ്. ലോകത്തിന് ഒരേ ഒരു പിതാവാണ് മഹാദേവൻ. ലോകമുണ്ടാകുന്നത് ഇവിടെ സത്ത് ഉള്ളത് കൊണ്ടാണ്. ആ സത്താണ് ശിവൻ. ആ സത്ത് തന്നെയാണ് പലതായിട്ട്. ആ പലതിനെ നമുക്ക് വേണമെങ്കിൽ അസത്ത് എന്ന് വിളിക്കാം. കാരണം അത് പലതായിട്ട് തോന്നപ്പെടുന്നതാണ്, വാസ്തവത്തിൽ ഒന്നാണ്. അപ്പോൾ ആ പലതായിട്ട് തോന്നപ്പെടുന്നതും ഒന്നും രണ്ടും കൂടി ഒന്നാകുന്നത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മഹാദേവനെയും മഹാദേവിയെയും ജഗത്തിന്റെ പിതാവും മാതാവുമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. പലതായി ശോഭിക്കുന്നത് അമ്മ, അതിന് ഉന്മ നൽകുന്ന സത്ത് ശിവൻ. അതുകൊണ്ട് രണ്ടുപേരും ജഗത് പിതാവും ജഗത് മാതാവും ആകുന്നു. ജഗത് ജനന്യൈ ജഗദേക പിത്രേ നമഃ ശിവായൈ ച നമഃ ശിവായ. ശിവയ്ക്കായിക്കൊണ്ട് നമസ്കാരം, ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതായിരുന്നു ഏഴാമത്തെ ശ്ലോകം. പ്രഫുല്ല നീലോത്പലലോചനായൈ വികാസപങ്കേരുഹലോചനായ ജഗജ്ജനന്യൈ ജഗദേക പിത്രേ നമഃ ശിവായൈ ച നമഃ ശിവായ. അടുത്തത് എട്ടാമത്തെ ശ്ലോകമാണ്. അന്തർബഹിശ്ചോർധ്വമധശ്ച മധ്യേ പുരശ്ച പശ്ചാച്ച വിദിക്ഷു ദിക്ഷു സർവം ഗതായൈ സകലം ഗതായ നമഃ ശിവായൈ ച നമഃ ശിവായ. ശിവനും ശക്തിയും സർവവ്യാപിയാണെന്നാണ് ഇവിടെ പറയുന്നത്. സകലം ഗതായൈ, എല്ലായിടത്തെയും പ്രാപിച്ചിരിക്കുന്നവൻ, എല്ലായിടത്തും ഉള്ളവളാണ് ദേവി. ഭഗവാനോ സകലം ഗതായ, എല്ലായിടത്തും പ്രാപിച്ചിരിക്കുന്നവനാണ്. രണ്ടുപേരും സർവവ്യാപിയാണ്. രണ്ട് സർവവ്യാപികൾ ഒരിക്കലും ഉണ്ടാവില്ല, ഒന്നേ ഉണ്ടാവും. അതുകൊണ്ട് രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ഈ സകലം, സർവം എന്ന് പറഞ്ഞിട്ടുള്ള പദത്തിനെ വിശേഷിപ്പിക്കാനാണ് ബാക്കിയുള്ള പദങ്ങൾ. അന്തഃ അകത്ത്, ബഹിർ പുറത്ത്, ഊർധ്വം മുകളിൽ, അധഃ താഴെ, മധ്യേ നടുവിൽ, പുരഃ മുമ്പിൽ, പശ്ചാത് പിന്നിൽ, വിദിക്ഷു ദിക്ഷു. അതായത് 8 ദിക്കുകൾ. ദിക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രധാന ദിക്കുകൾ: കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. വിദിക്കുകൾ എന്ന് പറഞ്ഞാൽ കോർണറുകളാണ്. അതായത് കിഴക്ക് തെക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, അതുപോലെ വടക്ക് കിഴക്ക്. ഇങ്ങനെ 8 ദിക്കുകളുണ്ട്. ഇതാണ് ദിക്കുകളും വിദിക്കുകളും. ഇതെല്ലാം ചേർന്നതിനെയാണ് സകലം എന്ന ശബ്ദം കൊണ്ട് വിളിച്ചിട്ടുള്ളത്. അതിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവളാണ്, അതിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനാണ് ഭഗവാനും ഭഗവതിയും. അതുകൊണ്ട് അവർക്ക്, അങ്ങനെയുള്ള ശിവയ്ക്ക് നമസ്കാരം. നമഃ ശിവായൈ ച നമഃ ശിവായ, ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇതായിരുന്നു എട്ടാമത്തെ ശ്ലോകം. അന്തർബഹിശ്ചോർധ്വമധശ്ച മധ്യേ പുരശ്ച പശ്ചാച്ച വിദിക്ഷു ദിക്ഷു സർവം ഗതായൈ സകലം ഗതായ നമഃ ശിവായൈ ച നമഃ ശിവായ. ഇങ്ങനെ അഷ്ടകം പൂർണ്ണമാകുന്നു. ഇനിയൊരു ഫലശ്രുതി ശ്ലോകമുണ്ട്, 9ാമത്തെ ആയിട്ട്. അർദ്ധനാരീശ്വര സ്തോത്രം ഉപമന്യുകൃതം ത്വിദം യഃ പഠേത് ശൃണുയാദ്വാപി ശിവലോകേ മഹീയതേ.
അർദ്ധനാരീശ്വര സ്തോത്രം. ഈ സ്തോത്രം അർദ്ധനാരീശ്വരനെ സ്തുതിക്കുന്നതാണ്. ഇത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചൊല്ലിയത് അർദ്ധനാരീശ്വരന്റെ സ്തോത്രമാണ്. ഉപമന്യു കൃതം. ഇത് രചിച്ചിട്ടുള്ളത് ഉപമന്യു എന്ന് പേരുള്ള ഋഷിയാണ്. യഹ് പഠേത്. ആര് ഇതിനെ പഠിക്കുന്നുവോ. ശൃണുയാത് വാപി. അതല്ലെങ്കിൽ ശ്രവിക്കുന്നുവോ. ഒന്നെങ്കിൽ ഇത് ജപിക്കുക, അല്ലെങ്കിൽ ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് ചെയ്യുന്ന വ്യക്തി ശിവലോകേ മഹീയത്തെ. ശിവലോകത്തിൽ ആദരിക്കപ്പെടുന്നു. ഇവിടെ സാമാന്യമായിട്ട് പറഞ്ഞാൽ ശിവന്റെ ലോകം ലഭിക്കും, അവിടെ അവൻ ആദരിക്കപ്പെടുന്നു എന്ന അർത്ഥമെടുക്കാം. സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ കാണപ്പെടുന്നതാണ് ലോകം. കാണുക എന്ന ധാതുവിന്റെ അർത്ഥത്തിൽ നിന്നാണ് ലോക ശബ്ദം വരുന്നത്. അപ്പൊ കാണപ്പെടുന്നത് ശിവമായി ഭവിക്കും. നമ്മൾ ഭഗവാനെയും ഭഗവതിയെയും ഈ ഏകഭാവത്തിൽ, അർദ്ധനാരീശ്വര ഭാവത്തിൽ ഉപാസിക്കുമ്പോൾ നമ്മുടെ കാഴ്ച പരിശുദ്ധമാവും, ശിവമാവും. അപ്പൊ നമ്മൾ കാണുന്ന ലോകവും ശിവമാവും, മംഗളപ്രദമാവും. അങ്ങനെയുള്ള ലോകത്തെ മംഗളമായി കണ്ടുകൊണ്ട് മംഗളസ്വരൂപരായി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഈ ലോകത്തിലുള്ളവരെല്ലാം തന്നെ നമ്മെ ആരാധിക്കും, ആദരിക്കും. അതാണ് മഹീയത്തെ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്തോത്രം ജപിച്ചാൽ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും, നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവും, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ആദരിക്കുമെന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ക്രമേണ ഈ ലോകത്തെ തരണം ചെയ്ത് പരമപദവും നമുക്ക് ലഭിക്കും. അതും ശിവലോകേ മഹീയത്തെ എന്ന പദത്തിൽ നിന്നും ഗ്രഹിക്കാം. ഇതാണ് ഇതിന്റെ ഫലശ്രുതി. അർദ്ധനാരീശ്വര സ്തോത്രം ഉപമന്യു കൃതം ത്വിദം യഹ് പഠേത് ശൃണുയാത്വാപി ശിവലോകേ മഹീയത്തെ. ഇത് ശ്രീ അർദ്ധനാരീശ്വരാഷ്ടകം സമ്പൂർണം. ഓം തത്സത്. അങ്ങനെ ഈ അർദ്ധനാരീശ്വര സ്തോത്രം പൂർണ്ണമാകുന്നു. വളരെ ലളിതമായ സ്തോത്രമാണ്. ശിവനെയും ശക്തിയെയും ഒരുമിച്ച് സ്തുതിക്കുന്ന കൃതിയാണ്. അർത്ഥം എളുപ്പം ഗ്രഹിക്കാവുന്നതാണ്. ഭാവശുദ്ധിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ഉറപ്പായും നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുള്ള പ്രേരണ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഷ്ടകത്തിൻ്റെ ലളിതമായ വ്യാഖ്യാനം ആ അർദ്ധനാരീശ്വരമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവാഭ്യാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.